അതെ. അപ്പോൾ നമ്മൾ എന്തേലും ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് അങ്ങ് എടുത്തു വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുകയില്ലാത്തൊരു അവസ്ഥ വരും. അല്ലേ നമ്മൾ ആ എടുത്തു വെച്ച ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടാതിരിക്കത്തില്ല. ഒന്നുമില്ലെങ്കിലും നമുക്ക് കുറച്ച് അറിവുകൾ എങ്കിലും നമുക്ക് അവിടുന്ന് വിലപ്പെട്ട കുറച്ച് അറിവുകളെങ്കിലും കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു പരിപാടി തുടങ്ങാൻ തീരുമാനിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്കാരനെ കൂട്ടിയാവാം, പെങ്ങളെ കൂട്ടിയാവാം, ചേട്ടനെ കൂട്ടിയാവാം, ആരെ കൂട്ടിയായിരിക്കും എങ്കിൽ പോലും അപ്പം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഉണ്ടല്ലോ ഒരു സ്റ്റെപ്പ് അങ്ങ് എടുത്തു വെച്ചോളുക. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്ക് കുടിക്കാനുള്ള പൈസയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു വരവെങ്കിലും ഉണ്ടാവും. ഒരു സോഴ്സ് അവിടെ അത്രയും സെറ്റായി. ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം അങ്ങനെ ആക്ട് ചെയ്യും. അത് നമുക്ക് ഒരു മാസത്തിൽ ഒരു ചായയെങ്കിലും കുടിക്കാനുള്ള പൈസ തന്നാൽ അത്രയായി. ഓക്കെ, ഓൾ അബൌട്ട് ഫൈനാൻഷ്യൽ ലിറ്ററസി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്തോ ആയിക്കോട്ടെ, അത് നാളെ അത് ചിലപ്പോൾ വൻ പരാജയമായിരിക്കാം, അല്ലെങ്കിൽ നടപടിയുള്ള കേസല്ലായിരിക്കാം. ഇവ കേസുകളും അറ്റൻഡ് ചെയ്യുന്നവർക്കറിയാം. നമ്മളിപ്പോൾ ഒരു കേസ് പിടിക്കുമ്പോഴത്തേനും ചിലപ്പോൾ മാസങ്ങൾ, വർഷങ്ങൾ, കുറേ നാൾ അതിൻ്റെ പുറകെ നടന്നാൽ പോലും ഒരു റിസൾട്ട് പോലും ഇല്ലാണ്ട് നമ്മളത് ഉപേക്ഷിക്കും. റിസൾട്ട് മീൻസ് മണി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ പുറകെ നടക്കുന്നത് വഴി നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ആ ഒരു മേഖലയിൽ നമ്മൾ എത്രത്തോളം ഇറങ്ങി നടക്കണോ അതിനനുസരിച്ച് ഇൻഡെപ്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം. ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമില്ലേ, നമ്മളിപ്പോൾ ആലോചിക്കണ സംഭവമില്ലേ, കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ, ഇത് നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങ് എടുത്തു വയ്ക്കുക ഇപ്പം തന്നെ. അപ്പോൾ അത് നമുക്കൊരു ചായ എങ്കിലും കുടിക്കാനുള്ള വഴി ഒരു ഇതുണ്ടാക്കി തരുമെന്നുള്ളതാണ്. ഉറപ്പാണ്, കൺഫേമാണ്. അത് നമുക്ക് ഇവിടെ എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ എന്തൊക്കെ പരിപാടികളാണോ അങ്ങനെ തുടങ്ങിയത്, അത് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പം തൊട്ട് നമുക്ക് എന്താ പറയുക, ആ പരിപാടി നമ്മൾ ആ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ അതിനകത്ത് കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ അന്നേരത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ച് നമ്മുടെ എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആയിരിക്കാം, ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ച്, അല്ലാതെ ഒരു ഇന്ന സാധനങ്ങൾ കൺസ്യൂം ചെയ്തിട്ട് അത്രയും നോളജ് അതിനെക്കുറിച്ച് ഉണ്ടായിട്ടേ ഞാനത് സ്റ്റാർട്ട് ചെയ്യുള്ളായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ ആ പരിപാടികൾ തുടങ്ങാതെ ഇരുന്നേനെ. അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഒരു ഗ്ലാസ് ചായ കുടിക്കാനുള്ള പൈസയെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മളത് തുടങ്ങിയോണ്ടാണ്. അല്ലെങ്കിൽ അത് ലോകത്ത് നടപടിയാവത്തില്ലായിരുന്നു. അപ്പം നിങ്ങളിപ്പം പിടിച്ചേക്കുന്ന ഈ കേസുണ്ടല്ലോ, ഇത് നിങ്ങളിപ്പോൾ അങ്ങ് തുടങ്ങിക്കേ. നിങ്ങൾക്കൊരു കുറച്ച് നാൾ കഴിയുമ്പം ഇതേ വീഡിയോയിൽ വന്ന് നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ പറ്റും, സെറ്റായി കളിയാന്നും പറഞ്ഞ്. ഉറപ്പ് കേസാത്.